നമസ്കാരം. സ്പീഡ് ന്യൂസ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരുവന്നൂർ വിഷയത്തിൽ മുഖ്യമന്ത്രി നുണ പറയുകയാണെന്നും പ്രധാനമന്ത്രി. മോദിയും അമിത് ഷായും കേരളത്തിൽ വരുന്നതനുസരിച്ച് UDFന്റെ വോട്ട് കൂടുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തൃശൂരിൽ കെ മുരളീധരൻ വന്നതോടെ താമര വാടിയെന്നും രമേശ് ചെന്നിത്തല. തൃശൂർ പൂരത്തിന് ആനകളും പൊതുജനവും തമ്മിലുള്ള അകലപരിധി 6 മീറ്ററാക്കി ഹൈക്കോടതി. ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നിരീക്ഷിക്കാൻ 3 അംഗ അഭിഭാഷക സംഘത്തെയും ഹൈക്കോടതി നിയോഗിച്ചു. വെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിൽ ഇടിച്ച യുവാവ് മരിച്ചു. വെസ്റ്റ് ബംഗാൾ പട്ടിത്തടം എഴുത്തുപുരയ്ക്കൽ ശ്രീധരന്റെ മകൻ 25 വയസ്സുള്ള സുജിത്താണ് മരിച്ചത്. എരുമപ്പെട്ടിയിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. പഴിയൊട്ടുമുറി സെന്ററിലുള്ള പന്തളത്ത് സൂപ്പർ മാർക്കറ്റിലാണ് അഗ്നിബാധയുണ്ടായത്. ഏകദേശം 8 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തിരുവമ്പാടി ദേവസ്വവും പറവട്ടാനി നവചേതനയും ചേർന്നൊരുക്കിയ ഒരു ഓൾഡ് ഏജ് പൂരം എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രകാശനം കളക്ടർ VR കൃഷ്ണതേജ, ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ, സെക്രട്ടറി കെ ഗിരീഷ് കുമാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഹ്രസ്വ സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ചാക്കോ ജോസ് പടിക്കലയാണ്. പൂപ്പത്തി ഗ്രാമം നെഞ്ചിലേറ്റിയ കലാകായികമേളയായ സോയൂസ് സ്റ്റാർ സോക്കർ ഫെസ്റ്റിന് ആരവമുയർന്നു. ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ ടീം ഗോൾ കീപ്പർ അപർണ സോക്കർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സോക്കർ ഫെസ്റ്റ് 21-ന് സമാപിക്കും. കൊടാലി പീപ്പിൾ ട്രീ SH ഗ്രൂപ്പ് വിഷു ആഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് VK കാസിം, സെക്രട്ടറി അരവി ഒറ്റാലി, ബാബു തച്ചനാടൻ എന്നിവർ നേതൃത്വം നൽകി. KPMS കൊടകര ഏരിയ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അംബേദ്കർ ജയന്തി ആഘോഷിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK സുബ്രൻ ഉദ്ഘാടനം ചെയ്തു. പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ സെബി പുത്തൂർ മുഖ്യ കാർമ്മികനായി. കൊടകര കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഗ്ലസിൻ പിയൂസ് കൂള മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ വിഷുപ്പൂരം ആഘോഷിച്ചു. പുതുപ്പള്ളി കേശവൻ തിടമ്പേറ്റി. പെരിഞ്ഞനം ഗ്രന്ഥപുരയിൽ കുട്ടികൾക്കായുള്ള ത്രിദിന സാഹിത്യ ശില്പശാലയ്ക്ക് തുടക്കമായി. സാഹിത്യ അക്കാദമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ശില്പശാല ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് TK മീരാഭായ് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം മൂന്നുപീടിക ബീച്ച് കോഴിപ്പറമ്പിൽ മേപ്പുറത്ത് ശ്രീ ഭുവനേശ്വരി ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശവും വിഷ്ണുമായ സ്വാമിയുടെ പ്രതിഷ്ഠയും നടത്തി. ശ്രീ വിദ്യാ ഗുരുകുലം ആചാര്യൻ ശിവദാസൻ തന്ത്രി പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കുന്നംകുളത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്ന വേദിയിലേക്ക് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ കടത്തിവിടാത്തതിനെ തുടർന്ന് BJP പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനവ്യൂഹം വേദിക്ക് മുൻപിലൂടെയുള്ള റോഡിലൂടെ കടന്നുപോയതിന് തൊട്ടു പിന്നാലെയായിരുന്നു സംഭവം. മണലൂർ ഉറുമ്പിൻ തേവർ ശിവക്ഷേത്രത്തിൽ ചുറ്റമ്പലം നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം കരുവന്നൂർ ബാബു ആചാരി, ക്ഷേത്രം തന്ത്രി താമരപ്പള്ളി കല്ലേലി ദാമോദരൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ക്ഷേത്രം സെക്രട്ടറി OS ശരത്, പ്രസിഡന്റ് മധുസൂദനൻ, CS സതീഷ് ബാബു തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര വടക്കുമുറി മാവിൻ ചുവടിൽ വിഷു സംഗമം ആഘോഷിച്ചു. AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. എറിയാട് വിമൻസ് അറബിക് കോളേജിൽ പഠന സഹവാസ ക്യാമ്പിന് തുടക്കമായി. ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നഹാസ് മാള സഹവാസ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേരളത്തിൽ UDF 20-ൽ 20 സീറ്റ് നേടുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളതെന്നും ചെന്നിത്തല. തിരുനാളിന് മുന്നോടിയായി പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം റവന്യൂ മന്ത്രി K രാജൻ സന്ദർശിച്ചു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മന്ത്രിയെ സ്വീകരിച്ചു. ചേലക്കര നിയോജക മണ്ഡലത്തിലേക്ക് പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കുള്ള 4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന ക്ലാസിന് ചെറുത്തുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. തലപ്പള്ളി താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ CC ജോയ്, ഹെഡ് ക്ലാർക്ക് സിജി, റിസർവേ ക്രാഫ്റ്റ്മാൻ ഷിനോജ് എന്നിവരാണ് പരിശീലന ക്ലാസിന് നേതൃത്വം നൽകുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളിൽ നിന്നും കണ്ടുകെട്ടിയ തുക നിക്ഷേപകർക്ക് കൈമാറാവുന്നതാണെന്ന് ED. പ്രതികളുടെ പക്കൽ നിന്നും കണ്ടുകെട്ടിയ 108 കോടിയുടെ സ്വത്തുക്കൾ നിക്ഷേപകർക്ക് വിട്ടു നൽകുന്നതിൽ എതിർപ്പില്ലെന്നും ED കോടതിയെ അറിയിച്ചു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എളവള്ളിയിൽ UDF കുടുംബസംഗമം സംഘടിപ്പിച്ചു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു.
എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച യുവാവിന് പരിക്കേറ്റു. ചെറുമനേങ്ങാട് കളത്തിൽ വീട്ടിൽ പ്രമോഷിനാണ് പരിക്കേറ്റത്. മുല്ലശ്ശേരിയിൽ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം. ഓഫീസിലെ കൊടിത്തോരണങ്ങളെല്ലാം നശിപ്പിച്ച നിലയിലാണ്. ചാലക്കുടി പാർലമെന്റ് UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. എടുത്തിരുത്തി പുളിഞ്ചോട് നിന്ന് ആരംഭിച്ച പര്യടനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. കവി ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്കയുടെ പുതിയ കവിതാ സമാഹാരമായ ഹിറ്റ്ലറുടെ വിലാപം നാളെ പ്രകാശനം ചെയ്യും. തെക്കങ്കര VNM വായനശാലയിൽ കവിയും പ്രഭാഷകനുമായ ക്യാപ്റ്റൻ T രാധാകൃഷ്ണൻ പ്രകാശനം നിർവഹിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാരെയും 85 വയസ്സ് കഴിഞ്ഞവരെയും വീട്ടിലെത്തി വോട്ട് ചെയ്യിപ്പിക്കുന്ന നടപടിക്ക് തുടക്കമായി. പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള 6 അംഗ സംഘമാണ് വീട്ടിലെത്തി വോട്ട് ചെയ്യിപ്പിക്കുന്നത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.